ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് വന്ന് ഞങ്ങൾ അട്ടിക്കാക്കി വെക്കുന്നത്. അപ്പം അതാണ് അതിൽ കുറച്ച് എയർ ഫിൽറ്റർ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഏതൊക്കെ മോഡൽ എയർ ഫിൽറ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനല്ലോ. വണ്ടിയുള്ള ഒത്തിരി ഒരു ആൾക്കാരുണ്ടാവും. അപ്പം അതൊന്ന് അറിഞ്ഞിരിക്കുക ഏതായാലും നല്ലതാണ്. അപ്പം ഈ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ കൈ പിടിച്ചത് എന്ത് ഫിൽറ്ററാണ്, വർക്ക്ഷോപ്പ് ഫീൽഡിൽ ഉള്ളവരും അല്ലാത്തവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എന്ത് ഫിൽറ്ററാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അറിയുന്നവർ നോക്കണമല്ലോ നമുക്ക്, എത്ര പേർക്ക് അറിയില്ല. അപ്പം വണ്ടി ഭ്രാന്തന്മാർ, വണ്ടി ഇഷ്ടമുള്ളവർ ഒത്തിരി പേരുകളുണ്ട്. അപ്പം ഇത് വലിയ വണ്ടിയില്ല, ചെറിയ വണ്ടീൻ്റെ ആണ്, കാറിൻ്റെ ആണ്. അപ്പോൾ ഏത് ഫിൽറ്ററാണ് നിങ്ങൾ പറയുന്നത്? എ സി ഫിൽറ്ററാണ് ഇത്ര ചെറുത് വരിക. അപ്പോൾ നൈസായിട്ടുള്ള പേപ്പറാണ് വരുള്ളത്. അപ്പം ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ഥലത്തൊക്കെ എന്ന് പറയുമ്പം അത്യാവശ്യം പൊടി ഉണ്ടാവും. പൊടിയൊക്കെ വലിച്ചെടുത്ത് അത്യാവശ്യം കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇവിടെ വരാറ്. അപ്പോൾ നമ്മൾ കൂടുതലും മാറ്റാനാണ് അവരോട് പറയാം. അപ്പം മാറ്റാൻ പറയുമ്പോൾ അവർ ഒന്ന് എയർ അടിച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ എയർ അടിച്ചിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശ്വസിക്കണമല്ലേ ഉള്ളിൽ. അപ്പോൾ ഇത് വണ്ടീൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക, നമ്മൾ ഇരിക്കുന്ന ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് അയച്ചിട്ട് വേണം നമ്മളിത് മാറ്റാൻ. അപ്പോൾ ഇത് എത്ര ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് നിർബന്ധമായിട്ടും മാറ്റുക. നമ്മൾ സംസാരം കുറച്ച് ഫാസ്റ്റാണ്, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയൊക്കെ. അപ്പോൾ ശ്വസിക്കുന്നതല്ല, അപ്പോൾ നമുക്കിത് എത്രങ്ങാനും ബ്ലോക്കാണോ അത്രങ്ങാനും നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണ്. അപ്പം എല്ലാവരും മാക്സിമം ഇത് കഴിയുന്നു കുറച്ച് പൊടി ഉണ്ടെങ്കിലും ഇത് മാറ്റാൻ നോക്കുക. അത്ര ചെറിയ പൈസയേ ഉള്ളൂ ഇതിന്. അപ്പം പല വണ്ടിൻ്റെ വേറെ റേറ്റാണ്, കുറഞ്ഞ പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ സ്വിച്ച് ഒഴിവാക്കുന്നതല്ലേ. അപ്പം പല ആൾക്കാർ വണ്ടിയിൽ കയറുന്നതും ഇറങ്ങുന്നതൊന്നുമല്ല. അപ്പോൾ അവരുടെ വായു ശ്വസന പ്രക്രിയയൊക്കെ എന്തായാലും ഫിൽട്ടർ ചെയ്തിട്ടുണ്ടാവും. അപ്പം എല്ലാവരും മാക്സിമം വീഡിയോ കാണാം. അപ്പോൾ നമ്മളെ ഷാർജ ദുബായ് ഭാഗത്തുള്ളവർക്കാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷോപ്പിൻ്റെ വീഡിയോ നമ്മളൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പം എല്ലാവരും എന്തായാലും പറയുക, കാണാത്തവർക്കായിട്ട് ഒന്നും കൂടി കാണിച്ചു കൊടുക്കുക. അപ്പം ഷോപ്പിലേക്ക് വരിക. നമ്മുടെ അടുത്ത് എല്ലാ സ്റ്റോക്കും വന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യം ഹൈക്കോട്ടുള്ള സാധനം തന്നെയാണ് നമ്മുടെ അടുത്തുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് ഉപ്പ് സാധനം നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് കസ്റ്റമറിനെ കാണിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാറ്. കസ്റ്റമർ വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ കസ്റ്റമറാണ് നമ്മളെ എന്താ പറയുക സൂപ്പർ താരങ്ങൾ. അപ്പോൾ എല്ലാവരും കാണാത്തവർക്കായിട്ട് കാണിച്ചു കൊടുക്കുക. പിന്നെ നമ്മളടുത്ത് പറഞ്ഞത് ഞാൻ കാണിച്ചിട്ടില്ല, ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഹെയർ ഫിൽറ്റർ, വർക്ക്ഷോപ്പ് ഫിൽറ്ററുള്ള എല്ലാവർക്കും അറിയാം, കുറേ പേർക്ക് അറിയത്തുണ്ടാവില്ല കേട്ടോ. അപ്പം എല്ലാവരും ഇത് എയർ ഫിൽറ്റർ ഏകദേശം കണ്ടാൽ മനസ്സിലാവും. അതിനെക്കാട്ടി ബിഗ് ഇത് ഏത് വണ്ടിയാണ് വർക്ക്ഷോപ്പ് ഫിൽറ്ററുള്ള ആൾക്കാർക്ക് അറിയുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഓക്കെ. അപ്പം ഇത് നിസാൻ പാട്രോളിൻ്റെ ബിഗ് എയർ ഫിൽറ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, ഈ ഭാഗത്തുള്ള ഏരിയകളിലുള്ള മണൽ എയർ വലിച്ചെടുക്കുന്നതല്ല. അപ്പോൾ അത്യാവശ്യം അതിൽ മണൽ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പം അത് നമ്മളെന്തായാലും കസ്റ്റമറിന് കാണിച്ചിട്ടാണ് മാറ്റാറ്. ഇത് മാറ്റിയാൽ തന്നെ നമുക്ക് വണ്ടിക്ക് വലിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പം ഓയിൽ ഇവിടെ മാറ്റാൻ വരുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ എന്തായാലും എന്താ പറയുക, എയർ ഫിൽറ്റർ മാറ്റാനായിട്ടുണ്ട്. ഓയിലിന് നമ്മൾ എന്തായാലും അത് എയർ അടിച്ചിട്ട് കാര്യമില്ല. എന്തായാലും വണ്ടിക്ക് വലിമാറ്റവും എല്ലാ മൈലേജ് പ്രശ്നങ്ങളൊക്കെ ഇത് ഒറ്റ സാധനം മാറ്റിയാൽ എന്തായാലും അത് തീരും. അതുകൊണ്ട് നമ്മളത് നിർബന്ധിക്കാറില്ല. ഇത് തന്നെ ഇടണം എന്ന്. അപ്പോൾ നമ്മൾ കൂടുതലിതും മാറ്റാൻ പറയാറുള്ളത്. അപ്പോൾ അവർ ആയിക്കോട്ടെ നിങ്ങൾ മാറ്റിക്കോളൂ. അപ്പോൾ നമ്മൾ എന്ത് സാധനവും കസ്റ്റമറിന് മാറ്റാൻ പറയാൻ നമ്മൾ അവരെ കാണിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാറുള്ളൂ. പിന്നെ നിസാനെ തന്നെ എയർ ഫിൽറ്റർ വേറെ ഉണ്ട് നമ്മളടുത്ത്. ഇത് മാത്രമല്ല, കുറേ എയർ ഫിൽറ്റർ ഉണ്ട്. ഒക്കെ ഓരോ കുറച്ചിട്ട് വീഡിയോ ചെയ്യലാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് നിസാനെ തന്നെ ഒരു എയർ ഫിൽറ്ററാണ്. ഇത് ഫുൾ പേപ്പറാണ്. പേപ്പർ മെറ്റൽ വരില്ല, അതിൽ മെറ്റൽ വരുന്നുണ്ട്. ഇത് റബ്ബറും പേപ്പറുമാണ് വരുന്നത്. അപ്പം എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ എല്ലാ സാധനങ്ങളും നിങ്ങൾ കഴിയുന്നതും മാറ്റാൻ ശ്രമിക്കുക. അപ്പം വണ്ടിയുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും നമ്മളെ ഈ ദുബായ്, ഷാർജ ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയും കൂടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം കണ്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് തന്നു, അത് ഞാൻ ഇതിലൊന്ന് മെൻഷൻ ചെയ്യാം, വീഡിയോയിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് കയറി കാണാം. ഷോപ്പിൻ്റെ നമ്പറൊക്കെ ഉണ്ട്. അപ്പം
എല്ലാ ഓയിലും നമ്മളെ അടുത്തുണ്ട്, സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അഡനോക്കിൻ്റെ ബ്രാൻഡ് ഓയിൽ തന്നെയാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പം അഡനോക്കിൻ്റെ ഓയിലിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി വിശദീകരിച്ച് പറയണമെന്ന് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പം അതുവരെ എന്നൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും. ഓക്കെ, ബൈ.